ഹായ് സ്റ്റുഡൻസ്, സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അതിൽ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് സബ്സെറ്റ്സിനെ കുറിച്ചാണ്. എന്താണ് സബ്സെറ്റ്? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിൽ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു, അല്ലേ? എങ്കിൽ ഈ സബ്സെറ്റിന്റെ ചില പ്രത്യേകതകളൊന്നും നോക്കാം. നമുക്കറിയാം, n എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിലേക്ക് 0 കൂടെ ആഡ് ചെയ്തതാണ് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. അതിലേക്ക് നെഗറ്റീവ് ഇന്റിജേഴ്സും കൂടെ ചേർത്തതാണ് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. അതിലേക്ക് 1/2, 3/4 തുടങ്ങിയ റാഷണൽ നമ്പേഴ്സും കൂടെ ഫ്രാക്ഷനും കൂടെ ഉൾപ്പെടുന്നതാണ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഇതൊക്കെ റാഷണൽ നമ്പർ ആണ്. അതുകൂടാതെ ഫ്രാക്ഷനും കൂടെ 1/2, 1/3 ഒക്കെ വരും. Q set of all numbers of the form p/q where q not equal to 0, p, q belongs to Z. എല്ലാ റാഷണലും ഇറാഷണലും എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇതൊക്കെ റിയൽ നമ്പറുകളാണ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം n സബ്സെറ്റ് ഓഫ് W ആണ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആണ്. എന്നിലുള്ള എല്ലാ എലമെന്റുകളും W-യിലുണ്ട്. W-യിലുള്ള എല്ലാ എലമെന്റുകളും Z-ലുണ്ട്. Z-ലുള്ള എല്ലാ എലമെന്റുകളും Q എന്ന റാഷണൽ നമ്പേഴ്സിലുണ്ട്. എല്ലാ റാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിലുണ്ട്. അപ്പൊ നമുക്ക് സബ്സെറ്റിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതാം n സബ്സെറ്റ് ഓഫ് W. പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഇവിടെ ഒരാളെങ്കിലും കൂടുതലുണ്ട്. W subset of set of integers Z. It is a subset of set of rational numbers Q. It is a subset of set of real numbers R. മനസ്സിലാക്കി വെച്ചോ? സബ്സെറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തേത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു A സബ്സെറ്റ് ഓഫ് B ആണ് ആൻഡ് B സബ്സെറ്റ് ഓഫ് A ആണ്. എങ്കിൽ ഒരു കാര്യം ഉറപ്പാ, A ഈക്വൽ ടു B ആണ്. എയിലുള്ളതൊക്കെ ബിയിലുണ്ട്, ബിയിലുള്ളതൊക്കെ എയിലുണ്ടെങ്കിൽ A ഈക്വൽ ടു B ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ A ഈക്വൽ ടു സെറ്റ് 1, 2, 3. ആ എനെ ഞാൻ ഒന്നും കൂടെ എഴുതാം, സെറ്റ് 1, 2, 3. ഇനി ഓർഡർ ഒന്ന് മാറ്റി വിചാരിച്ച് A ആവാതിരിക്കില്ല കേട്ടോ. എങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ല. ഈ എലമെന്റുകൾ തന്നെ ഇവിടെ എഴുതണം. നോക്കൂ കുട്ടികളെ, എയിലുള്ള എല്ലാ എലമെന്റുകളും എയിലുണ്ട് എന്ന് പറഞ്ഞൂടെ? എയിലുള്ളതൊക്കെ എയിലുണ്ട് എന്ന് വെച്ചാൽ A സബ്സെറ്റ് ഓഫ് A എന്ന് പറയാം. ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. A സബ്സെറ്റ് ഓഫ് A ആണ്. B ആരോ ആവട്ടെ, B സബ്സെറ്റ് ഓഫ് B ആണ്. C സബ്സെറ്റ് ഓഫ് C ആണ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. A സബ്സെറ്റ് ഓഫ് A ആണ്. A is a proper subset of A എന്ന് പറയരുത്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ അപ്പുറത്തിൽ ഒരെണ്ണെങ്കിലും കൂടുതൽ ഉണ്ടാവണം. ഇത് രണ്ടിലും ഒരേ എലമെന്റുകളാണ്. Then every set is a subset of itself. A is a subset of A എന്ന് പറയാം. അതിന് കുഴപ്പമില്ല. ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റിലേക്ക്, null set is a subset of every set. Null set is a subset of every set. Null set അതെന്താ ഉണ്ടാവുക? ഒന്നുമില്ല. അപ്പൊ null set is a subset of A എന്ന് എഴുതാം. എന്തുകൊണ്ട്? null സെറ്റിലുള്ളതൊക്കെ എയിലുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയാം. കാരണം null സെറ്റിൽ ആരുമില്ല. അപ്പൊ പിന്നെ null സെറ്റിലുള്ളതൊക്കെ എയിലുണ്ട്. അതുപോലെ തന്നെ null സെറ്റിലുള്ളതൊക്കെ ബിയിലുണ്ട് എന്ന് പറയാം. null set is a subset of A. null set is a subset of B. null set is a subset of every set. അപ്പൊ നമ്മള് ഒരു നോൺ എംപ്റ്റി സെറ്റ് A എടുത്താൽ അതിന് 2 സബ്സെറ്റുകൾ ഉറപ്പാണ്. അതൊന്ന് നൾ സെറ്റ് ആണ്, മറ്റൊന്ന് എയുടെ തന്നെ സബ്സെറ്റ് ആണ്. അപ്പൊ നൾ സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്, എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ഏതൊരു സെറ്റിനും 2 സബ്സെറ്റുകൾ ഉറപ്പാണ്. ഒന്ന് നൾ സെറ്റും ഒന്ന് തന്ന സെറ്റും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നൾ സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ട്
അതൊന്നേ ഉള്ളൂ. അതാര് തന്നെ? നൾ സെറ്റ് തന്നെ. അല്ലാതെ അവിടെ രണ്ടാമത്തെ ആൾ വേറെ പറയാല്ല. നൾ സെറ്റ് അല്ലാത്ത ഏതൊരു സെറ്റിനും മിനിമം 2 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് നൾ സെറ്റ്, മറ്റൊന്ന് ഗിവൺ സെറ്റ് എ. ഓക്കെ, 2ൽ കൂടുതൽ ഉണ്ടാവും. അത് നമുക്ക് എൻ്റെ അടുത്തൊരു എക്സാമ്പിൾ ഞാനത് നിരത്തി എഴുതി കാണിച്ചു തരാം. അപ്പൊ ബോർഡ് മായ്ക്കുന്നതിന് മുന്നേ ഇവിടെ എഴുതിയ 4 പ്രത്യേകതകളൊന്ന് നോക്കിക്കോ. n subset of w, w subset of z, z subset of q, q subset of r. Point number 2, a subset of b and b subset of a implies a equal to b. Point number 3, a equal to set 1, 2, 3. ആ എ ഒന്നും കൂടെ എഴുതിയാൽ ധൈര്യമായിട്ട് പറയാം a is a subset of a. Similarly, b is a subset of b. Every set is a subset of itself. ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. മാത്രമല്ല നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അതുകൊണ്ട് തന്നെ ഒരു നോൺ എംപ്റ്റി സെറ്റിന് മിനിമം 2 സബ്സെറ്റുകൾ ഉറപ്പാണ്. ഒന്ന് നൾ സെറ്റും മറ്റൊന്ന് ആ തന്ന സെറ്റും. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? എങ്കിലിനി നമുക്ക് ഒരു സെറ്റ് എഴുതിയിട്ട് അതിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതി നോക്കാം. എ ഈക്വൽ ടു സെറ്റ് 1, 2. ഇതിന്റെ എല്ലാ സബ്സെറ്റുകളും എന്ന് പറഞ്ഞ് ആദ്യം നമുക്ക് എഴുതാം നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ. പിന്നെ ഒന്നുകൂടെ എഴുതാം എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ. അത് അവസാനം എഴുതാം. ഇനി അതല്ലാത്ത വേറെ എയുടെ സബ്സെറ്റുകൾ ഏതെല്ലാം എഴുതാൻ പറ്റും? സെറ്റ് 1, വെറും 1 എന്ന് പറയരുത്, അത് സെറ്റ് ആവില്ല. സെറ്റ് 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഈ സെറ്റിൽ ഒരു എലമെന്റ് ആണുള്ളത് 1, അത് എയിലുണ്ട്. അപ്പൊ ഇത് എയുടെ ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 2 എയുടെ മറ്റൊരു സബ്സെറ്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റ് 1, 2 ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അപ്പൊ എ എന്നുള്ള സെറ്റിന് 4 സബ്സെറ്റുകളാണുള്ളത്. ആ 4 ഇവിടെ ഞാൻ എഴുതി. നൾ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, ദ ഗിവൺ സെറ്റ് 1, 2. ഇങ്ങനെ ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും എഴുതിയിട്ട് അതിനെ ഒരു സെറ്റ് ആക്കിയിട്ട് എഴുതിയാൽ അതിന് മറ്റൊരു പേര് പറയും പവർ സെറ്റ് എന്ന്. ടൈപ്സ് ഓഫ് സെറ്റ്സിൽ അടുത്തതാണ് പവർ സെറ്റ്. പവർ സെറ്റിനെ എയുടെ പവർ സെറ്റിനെ പി ഓഫ് എ എന്ന് എഴുതാം. പി ഓഫ് എ മീൻസ് പവർ സെറ്റ് ഓഫ് എ. എന്താ പവർ സെറ്റ്? ആ തന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും എഴുതിയിട്ട് അതിനെ ഒരു സെറ്റാക്കി മാറ്റിയാൽ അതിന് പറയുന്ന പേരാണ് പവർ സെറ്റ്. അനദർ എക്സാമ്പിൾ, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഇതിന്റെ സബ്സെറ്റുകൾ എന്ന് പറഞ്ഞു നിങ്ങൾ ഇതിന്റെ പവർ സെറ്റ് എന്ന് എഴുതിക്ക്. പി ഓഫ് ബി ഈസ് ഈക്വൽ ടു സെറ്റ്. ആദ്യം തന്നെ മറക്കാതിരിക്കാൻ നൾ സെറ്റിന് എഴുതാം. ഇനി ഒരു എലമെന്റുകളുള്ള സിംഗിൾട്ടൺ സെറ്റുകൾ പരമാവധി അങ്ങ് എഴുതുക. സിംഗിൾട്ടൺ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇനി ഇതിൽ വേറെ സിംഗിൾട്ടൺ സെറ്റ് സബ്സെറ്റ് ആക്കിയിട്ട് എഴുതാനില്ല. ഇനി 2 എലമെന്റുകളുള്ള സബ്സെറ്റുകൾ എഴുതാം. സെറ്റ് 1, 2 is a subset of B. Set 1, 3. Set 2, 3. അപ്പൊ 2 എലമെന്റുള്ള സബ്സെറ്റുകളെ എഴുതി. ഇനി ഒരാൾ കൂടെ എഴുതാൻ ബാക്കിയുണ്ട്, മറന്നു പോകരുത്. ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. സെറ്റ് 1, 2, 3. ഇപ്പൊ നമ്മൾ എല്ലാ സബ്സെറ്റുകളും എഴുതി. ഒന്ന് എണ്ണി നോക്കിക്കോ. 8 എണ്ണം ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8. എങ്ങനെയാ 8 എണ്ണം ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാര്യം, പവർ സെറ്റിലെ എലമെന്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. n of p of a equal to 2 raised to n എന്നാണ് ഇതിന്റെ ഫോർമുല. ആരാണ് n? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്. നോക്ക്, ഇവിടെ a എന്ന സെറ്റിൽ എത്ര എലമെന്റുകൾ ഉണ്ട്? 2. അപ്പോ എക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ട്? 2 raised to 2.
ഇവിടെ 4 സബ്സെറ്റുകളാണ്. ഇനി n ഓഫ് p ഓഫ് b, പവർ സെറ്റ് ഓഫ് ബിയിൽ എത്ര എലമെന്റുകളുണ്ട്? 2n അവിടെ n കൊടുക്കേണ്ട വാല്യൂ 3 ആണ്. b എന്ന സെറ്റിൽ 3 എലമെന്റുകളുണ്ട്. n ന്റെ വാല്യൂ 3. എന്താണ് 2^3? ദാറ്റ്സ് ഈക്വൽ ടു 8. എണ്ണി നോക്കിക്കോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, p ഓഫ് b 8 സബ്സെറ്റുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും എഴുതി ഒരു സെറ്റാക്കിയിട്ട് എഴുതിയാൽ അതിന് പറയുന്ന പേരാണ് പവർ സെറ്റ്. പവർ സെറ്റിലെ എലമെന്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2n, where n is the number of elements in the given set. അപ്പോൾ ഞാനൊരു ചോദിക്കട്ടെ, 4 എലമെന്റുകളുടെ ഒരു സെറ്റ് തരാം. സെറ്റ് ABCD. ഇതിന്റെ പവർ സെറ്റില് n ഓഫ് p ഓഫ് c 2^4 16 എലമെന്റുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ സെറ്റിന് 16 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് എഴുതി നോക്കുക 16. ഈ എഴുതുമ്പോൾ തെറ്റാതിരിക്കാൻ ഇതുപോലെ നൾ സെറ്റ്, പിന്നെ 1 എലമെന്റുള്ള സെറ്റ് എഴുതുക, പിന്നെ 2 എലമെന്റുകളുടെ സെറ്റുകൾ എഴുതുക, പിന്നെ 3 എന്നുള്ളത് എഴുതുക, ലാസ്റ്റ് 4 എന്നുള്ളത് എഴുതുക. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കി. അപ്പൊ ടൈപ്സ് ഓഫ് സെറ്റ്സിലെ അടുത്തതാണ് പവർ സെറ്റ്. ഓക്കെ, ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും എഴുതി അതൊരു സെറ്റാക്കി മാറ്റിയാൽ അതിന് പറയുന്ന പേരാണ് പവർ സെറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റിലേക്കാണ് ഇനി വരുന്നത്, ഇന്റർവെൽസ് ആസ് സബ്സെറ്റ്സ് ഓഫ് R. What is R? Set of real numbers. Set of real numbers ന്റെ സബ്സെറ്റുകൾ ഇന്റർവെൽസ് ആയിട്ട് എങ്ങനെ പറയാം? എന്താണ് ഇന്റർവെൽ? ഓക്കെ, നമ്മുടെ നമ്പർ ലൈൻ 0, 1, 2, 3, 4, 5, -1, -2, -3 ഇന്റിജേഴ്സ് മാത്രമേ നമ്മൾ അവിടെ എഴുതുള്ളൂ. ഇന്റിജേഴ്സ് അല്ലാത്ത ധാരാളം നമ്പറുകൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഇന്നേ വരെ പഠിച്ച എല്ലാ നമ്പറും റിയൽ നമ്പറാണ്, നമുക്കറിയാം. എങ്കിലും ഞാനിവിടെ ഇന്റർവെൽസ് എങ്ങനെ എഴുതുന്നത് കണ്ടോ? 2 ടൈപ്പ് ഇന്റർവെൽസ് ഉണ്ട്, ഓപ്പൺ ഇന്റർവെലും ക്ലോസ്ഡ് ഇന്റർവെലും. എന്താണ് ക്ലോസ്ഡ് ഇന്റർവെൽ? ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. ക്ലോസ്ഡ് ഇന്റർവെൽ 1, 4. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ അത് ക്ലോസ്ഡ് ഇന്റർവെൽ എന്നാ വായിക്കുക. എന്നാൽ ഈ ബ്രാക്കറ്റ് ആണെങ്കിൽ അതിന് ഓപ്പൺ ഇന്റർവെൽ എന്നാ പറയുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. Closed interval 1, 4 means set of all x such that 1 less than or equal to x less than or equal to 4, x belongs to R. 1 മുതൽ 4 വരെയുള്ള എല്ലാ റിയൽ നമ്പറുകളെയും ഉൾക്കൊള്ളുന്ന സെറ്റ് 1ഉം 4ഉം ഉൾപ്പെടെ. ഇവിടെ x ഈക്വൽ ടു 1 ആവാം, അതുപോലെ തന്നെ x ഈക്വൽ ടു 4 ആവാം. അതിന് ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ഈ നമ്പർ ലൈനിൽ 1 മുതൽ 4 വരെയുള്ള ഭാഗം മുറിച്ചെടുക്കുക. 1 മുതൽ 4 വരെ 1ഉം 4ഉം ഉൾപ്പെടുത്തിയിട്ട് മുറിക്കണം. അപ്പൊ ഈ 1ന്റെ അവിടെ കനത്തിൽ ഒരു കുത്തു കൊടുക്കുക, ഡോട്ട്. ഇപ്പൊ ഇതാണ് ഒരു ഇന്റർവെല്ലാണ്. എവിടെ മുതൽ എവിടെ വരെ? 1 മുതൽ 4 വരെയുള്ള ഒരു കഷ്ണം. അപ്പൊ റിയൽ ലൈനിൽ നിന്ന് ഒരു കഷ്ണം കൊണ്ട് മുറിച്ചെടുക്കാൻ കിട്ടുന്നതാണ് ഇന്റർവെൽ ആകുന്നത്. ഇനി എന്താണ് ഓപ്പൺ ഇന്റർവെൽ 1, 4? ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. ഇവിടെ 1 മുതൽ 4 വരെ 1നും 4 ഇടക്കുള്ളത് മതി. x ഈക്വൽ ടു 1 എടുക്കരുത്, x ഈക്വൽ ടു 4 എടുക്കരുത്. അതാണ് ഓപ്പൺ ഇന്റർവെൽ. ക്ലോസ് ഇന്റർവെൽ ആവുമ്പോൾ എൻ പോയിന്റ് കൂടെ അതിൽ ഉൾപ്പെടും. ഓപ്പൺ ഇന്റർവെൽ ആവുമ്പോൾ എൻ പോയിന്റ് പെടില്ല, അതിനുള്ളിലുള്ള അതിനകത്തുള്ളതേ പെടുള്ളൂ. എങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം? കണ്ടൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ നമ്മളെ നമ്പർ ലൈൻ എങ്ങനെ വരയ്ക്കുക? 1 മുതൽ 4 വരെ അല്ലേ? അപ്പൊ 1 to 4 എന്നുള്ള ഭാഗം മാർക്ക് ചെയ്യുക. 1 to 4.
എന്നാൽ എക്സ് ഈക്വൽ ടു 1 ആവാൻ പാടില്ല. അതുകൊണ്ട് ഈ 1ന്റെ സ്ഥാനത്ത് ഒരു ചെറിയ റൗണ്ട് ഇടുക, ഒഴിവ്. എക്സ് ഈക്വൽ ടു 1 ഇവിടെ ഒരു കനത്തിലൊരു ഡോട്ട് കൊടുക്കാനാ പറഞ്ഞു. 1 ഉൾപ്പെടും. ഇവിടെ ഒഴിവാ, 1 ഉൾപ്പെടില്ല. അതുപോലെ 4 ഉൾപ്പെടില്ല എന്ന് കാണിക്കാൻ അവിടെ ഒരു ഹോൾ കൊടുക്കുക. ഓക്കെ, അതാണ് ഓപ്പൺ ഇന്റർവൽ 1 4. ഇത് ക്ലോസ് ഇന്റർവൽ, ഇത് ഓപ്പൺ ഇന്റർവൽ. ഇനി കുട്ടികളെ ഇതിനകത്തേക്ക് രണ്ടെണ്ണം കൂടെ പറയാണ്ട്. ഇങ്ങനെ എന്താണ് അതിന്റെ പ്രത്യേകത? 1 to 4 എന്നുള്ള ഇന്റർവൽ തന്നെയാണ്. 1ന്റെ ഭാഗം ക്ലോസ്ഡും 4ന്റെ ഭാഗം ഓപ്പൺ ആണ്. ഇത് സെമി ഓപ്പൺ ഇന്റർവൽ അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ഇന്റർവൽ എന്നാ പറയാം. എങ്ങനെയാ അത് നമുക്ക് സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കണ്ടോ? Set of all x such that 1 less than or equal to x less than 4, x belongs to R. 1 മുതൽ 4 വരെ x ഈക്വൽ ടു 1 ആവാം, എന്നാൽ x ഈക്വൽ ടു 4 വേണ്ട. എങ്ങനെയാ അതിന്റെ നമ്പർ ലൈനിന് എങ്ങനെയാ വരയ്ക്കുക? 1 to 4 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ 1 ഉൾപ്പെടണം. 1 to 4 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 1 ഉൾപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഡോട്ട് കൊടുക്കുക. 4 വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഒരു ഹോൾ കൊടുക്കുക, ഒഴിവ്. അപ്പൊ ഇതാണ് ഒരു ഹാഫ് ഓപ്പൺ ഇന്റർവൽ. ഇതുപോലെ നേരെ തിരിച്ചു പറയാം. 1 വേണ്ട, 4 മതി. ഇതങ്ങനെ 1ന്റെ ഭാഗം ഓപ്പൺ, 4ന്റെ പാർട്ട് ക്ലോസ്. ഇത് മറ്റൊരു ഹാഫ് ഓപ്പൺ ഇന്റർവൽ, സെമി ഓപ്പൺ ഇന്റർവൽ. എങ്ങനെയാ അത് എഴുതുക? Set of all x such that 1 less than x less than or equal to 4, x belongs to R. 1 മുതൽ 4 വരെ x ഈക്വൽ ടു 1 വേണ്ട, x ഈക്വൽ ടു 4 ആവാം. അപ്പൊ അതിന്റെ നമ്പർ ലൈൻ ഇങ്ങനെയാ മാർക്ക് ചെയ്യുക. 1 മുതൽ 4 വരെയുള്ള ഭാഗം മാർക്ക് ചെയ്തിട്ട് 1 വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഒരു ഹോൾ കൊടുക്കുക. 4 വേണം എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഒരു ഡോട്ട് കൊടുക്കുക. അപ്പൊ നമ്പർ ലൈനിൽ നിന്ന് ഒരു കഷ്ണം കട്ട് ചെയ്താൽ കിട്ടുന്നതാണ് ഇന്റർവൽ. ഇവിടെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 1 മുതൽ 4 വരെയാണ് എടുത്തത്. അപ്പോ 1 മുതൽ 2 വരെ എടുക്കാം. 1 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ ചിലർ പെട്ടെന്ന് വിചാരിക്കും അതെന്താ 1നും 2നും ഇടയ്ക്ക് പിന്നെ ആരാ ഉള്ളത്? 1നും 2 ഇടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പറുകളുണ്ട്, എണ്ണിയാ തീരില്ല. ഇൻഫിനിറ്റ് സെറ്റാണ്. എല്ലാ ഇന്റർവൽസും ഇൻഫിനിറ്റ് സെറ്റാ. 1 മുതൽ 2 വരെയുള്ള നമ്പറുകളൊന്നും എണ്ണി തീർത്തേ. 1.1, 1.2, 1.3 എണ്ണിയാ തീരുമോ? ഇല്ല. അപ്പോ ഇന്റർവൽസിന് നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അത് ഇൻഫിനിറ്റ് സെറ്റുകളാണ്. അത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ സൗകര്യപ്രദമാണ്. ക്ലോസ്ഡ് ഇന്റർവൽ, ഓപ്പൺ ഇന്റർവൽ, സെമി ഓപ്പൺ ഇന്റർവൽ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി എല്ലാ ഇന്റർവെൽസും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഇനി ടൈപ്സ് ഓഫ് സെറ്റ്സിൽ ഒരാൾ കൂടെ പറയാനുണ്ട്, യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സ്, പ്രപഞ്ചം. എന്താണ് യൂണിവേഴ്സ്? നമ്മൾ ഈ കാണുന്നതും കാണാത്തതും ഒക്കെ ഒന്നിച്ച് കൂടിയതാണ്, എല്ലാം കൂടെ കൂടിയതാണ് യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെ ഒരു അർത്ഥത്തിൽ തന്നെ അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുന്നതെല്ലാം ഉൾക്കൊള്ളുന്ന സെറ്റിന് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയാം, എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് -2 3 4, സി ഈക്വൽ ടു 0 1 2. ഈ സെറ്റുകൾ വെച്ചാൽ നമ്മളിപ്പോ പ്രോബ്ലം ചെയ്യുന്നത് വിചാരിച്ചോ. ഇതാണ് ഇപ്പൊ നമ്മൾ പരിഗണിക്കുന്ന 3 സെറ്റുകൾ. എങ്കിൽ അവയുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഈ 3 സെറ്റുകളുടെയും സൂപ്പർ സെറ്റ് ആയിട്ടുള്ള ഏതൊരു സെറ്റും യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ നമ്മളെ യൂണിവേഴ്സൽ സെറ്റ് ഈ പറയുന്ന എല്ലാ സെറ്റുകളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. അപ്പൊ ഞാനിവിടെ യൂണിവേഴ്സൽ സാധാരണ ക്യാപിറ്റൽ യു എന്നാ കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനിവിടെ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എന്നെടുത്തു, Z. ഇത് ഈ കേസിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കണക്കാക്കാം. എ സബ്സെറ്റ് ഓഫ് സെറ്റ് അല്ലേ, ബിയിലുള്ളതൊക്കെ സെറ്റിലില്ലേ,
സിയിലുള്ളതൊക്കെ സെറ്റിലില്ലേ? അപ്പൊ എയും ബിയും സിയും എല്ലാം സെഡ് എന്ന സെറ്റ് ഓഫ് ഇന്റിജേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കണക്കാക്കാം ഈ കേസിൽ. എന്നാൽ ഇത് മാത്രമേ ഈ പറയുന്ന സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് പറയാൻ കഴിയുള്ളൂ? അല്ല. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ, ഈ കേസിൽ വേണമെങ്കിൽ ആറിനെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് പറയാം. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ക്യൂ. നമുക്ക് ഏതൊരു സെറ്റിനെയും യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാം. അതിന് ഇത്രയേ കണ്ടീഷൻ ഉള്ളൂ, നമ്മൾ തന്നിട്ടുള്ള എല്ലാ സെറ്റുകളുടെയും സൂപ്പർ സെറ്റ് ആയിരിക്കണം. എ സബ്സെറ്റ് ഓഫ് യു ആയിരിക്കണം, ബി സബ്സെറ്റ് ഓഫ് യു ആയിരിക്കണം, സി സബ്സെറ്റ് ഓഫ് യു ആയിരിക്കണം. അങ്ങനെയുള്ള ഏതൊരു സെറ്റും യൂണിവേഴ്സൽ സെറ്റ് ആവും. അനദർ എക്സാമ്പിൾ, A equal to set ABC, B equal to set AEIOU, C equal to set XYZ. ഇവിടെ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ആണ്. എയിലും ബിയിലും സിയിലും ഒക്കെ ഉള്ളത് ലെറ്റേഴ്സ് ആണ്. എങ്കിൽ ഇവയുടെ എല്ലാം സൂപ്പർ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റ് പറയാൻ കഴിയുമെങ്കിൽ അതിനെ ഇവയുടെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് പരിഗണിക്കാം. ഞാനിവിടെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എഴുതുന്നത് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സെറ്റ് ലെറ്റേഴ്സിന്റെ സെറ്റ്. എന്റെ എയിലുള്ളതൊക്കെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അല്ലേ? അപ്പൊ എ സബ്സെറ്റ് ഓഫ് യു ആണ്, ബി സബ്സെറ്റ് ഓഫ് യു ആണ്, സി സബ്സെറ്റ് ഓഫ് യു ആണ്. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സെറ്റുകളും യുവിന്റെ സബ്സെറ്റ് ആണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ തന്നിട്ടുള്ള എല്ലാ സെറ്റുകളുടെയും സൂപ്പർ സെറ്റ് ആയിരിക്കണം. ദ സൂപ്പർ സെറ്റ് ഓഫ് all sets under consideration is called its universal set. അങ്ങനെ ഒരു കേസിൽ ഒരൊറ്റ യൂണിവേഴ്സൽ സെറ്റ് പറയാൻ കഴിയും വിചാരിക്കേണ്ട, ഒന്നിൽ കൂടുതൽ യൂണിവേഴ്സൽ സെറ്റുകൾ ഉണ്ടാവാം. അതിൽ ഏത് വേണമെങ്കിലും ഒക്കെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കണക്കാക്കാം. ഇത്രയേ ഉള്ളൂ. ആ തന്നിട്ടുള്ളതിന്റെ എല്ലാം സൂപ്പർ സെറ്റ് ആയിരിക്കണം നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഇതോടെ ടൈപ്സ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കും. ഇനി നമുക്ക് ഈ പറയുന്ന സെറ്റ്സിൽ ചില ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ആൾജിബ്രയിലെ അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ പറയും പോലെ സെറ്റ്സിൽ ചില ഓപ്പറേഷനുകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിലാവട്ടെ. ഓക്കെ, താങ്ക് യു.